അധികാര കസേരകൾക്ക് പിന്നാലെ പായുന്ന സാധാരണ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വ്യത്യസ്തമായൊരു നിലപാട് കൊണ്ട് ജനശ്രദ്ധ നേടുകയാണ് ചാണ്ടി ഉമ്മൻ. അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലെത്തിയ ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒരുപോലെ പ്രവചിച്ചിരുന്നു. എന്നാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ജനമനസ്സുകളിൽ സ്ഥാനം കിട്ടിയാൽ മാത്രം മതി എന്ന പക്വതയാർന്ന പ്രഖ്യാപനത്തോടെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു. പിതാവിരുന്ന കസേരയിലേക്ക് മകൻ എളുപ്പവഴിയിൽ കയറിയിരിക്കാം എന്ന പരമ്പരാഗത രാഷ്ട്രീയ ചിന്താഗതിയെ തിരുത്തിക്കുറുക്കിയാണ് ചാണ്ടി ഉമ്മൻ എന്ന ഈ യുവനേതാവ്. മലങ്കര ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹിക സാമുദായിക സംഘടനകൾ ഉമ്മൻചാണ്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ വിശാലമായ സൗഹൃദ വലയവും ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള ആദരവായും കേരള രാഷ്ട്രീയത്തിന് ലഭിക്കേണ്ട യുവത്വത്തിൻ്റെ കരുത്തായും അവർ ഈ കസേരയെ കണ്ടു. മാധ്യമങ്ങളും അണികളും ഒരുപോലെ ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച മട്ടിലായിരുന്നു. എന്നാൽ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അവസാന നിമിഷത്തെ ലീഡർഷിപ്പ് തീരുമാനങ്ങളുടെയും ഭാഗമായി ആ അവസരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. സാധാരണക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഇത്തരം അവസാന നിമിഷത്തെ തിരിച്ചടികൾ വലിയ നിരാശയും പരസ്യ പ്രതിഷേധങ്ങളും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അവിടെയാണ് ചാണ്ടി ഉമ്മൻ എന്ന നേതാവ് വ്യത്യസ്തനായത്. കസേരകളെയല്ല, ജനങ്ങളെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. വെറുമൊരു പാരമ്പര്യത്തിൻ്റെ ബലത്തിൽ മാത്രമല്ല ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമബിരുദവും LLBയും സ്വന്തമാക്കി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ലേബർ ലോയിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും തീരുമാനങ്ങൾക്കും വലിയ തോതിലുള്ള പക്വതയും പ്രൊഫഷണലിസവും നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന അദ്ദേഹം നിയമപരമായ അറിവ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ കൃത്യമായി ഉപയോഗിക്കുന്നു. പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി ചുമതലയേറ്റു മുതൽ തികഞ്ഞ കർമ്മധീരതയോടെയാണ് ചാണ്ടി ഉമ്മൻ പ്രവർത്തിക്കുന്നത്. പിതാവ് ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ശൈലിയാണ് ചാണ്ടിയും സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ദിവസേന നൂറുകണക്കിന് ആളുകളെ നേരിൽ കാണുകയും അവരുടെ പരിമിതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ സജീവമാണ് അദ്ദേഹം. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ നവീകരണം, കുടിവെള്ളക്ഷാമം എന്നിവ പരിഹരിക്കുവാൻ അദ്ദേഹം മുൻഗണന നൽകുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പുതുപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ഭവനരഹിതർക്കായുള്ള പദ്ധതിയാണ് ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം മണ്ഡലത്തിലെ അർഹരായ പാവങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികങ്ങളോടനുബന്ധിച്ച് 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ കാരുണ്യപ്രവർത്തനം നീങ്ങുന്നത്. സ്പോൺസർമാരുടെ സഹായത്തോടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും ഇതിനകം നിരവധി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂരയൊരുക്കുവാൻ ചാണ്ടി ഉമ്മന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തൻ്റെ ഇലക്ഷൻ ഫണ്ടിൽ നിന്ന് വെറും 21 ലക്ഷം രൂപ മാത്രം ചെലവാക്കിക്കൊണ്ട് ബാക്കിയുള്ള തുക വീട് നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഇല്ലാതെ വെറും സൈക്കിൾ ചവിട്ടി ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വലിയ മഹാനായ ഒരു നേതാവിൻ്റെ മകൻ, അല്ല, അമഹാനായ നേതാവ് തന്നെ. KSU, യൂത്ത് കോൺഗ്രസ്, ദേശീയ ഭാരവാഹിത്വം എന്നിവയിലൂടെയാണ് ചാണ്ടി ഉമ്മൻ സംഘടനാ രംഗത്ത് വളർന്നു വന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ കിലോമീറ്ററോളം നഗ്നപാതനായി നടന്ന് പങ്കെടുത്ത് കോൺഗ്രസ് അണികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം വർദ്ധിച്ചു. നിലവിൽ KPCC ഭാരവാഹിയായ അദ്ദേഹത്തിന് പാർട്ടിയിൽ വലിയ മതിപ്പാണുള്ളത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും വിവാദങ്ങളിൽ ചാടാത്ത പക്വതയാർന്ന പെരുമാറ്റവും ഹൈക്കമാൻഡിൻ്റെയും KPCC ലീഡർഷിപ്പിൻ്റെയും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനവും കസേരയുമല്ല, ജനങ്ങളുടെ ഹൃദയമാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ വിലാസമെന്ന് തെളിയിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. 2026 അർഹിച്ച പദവികൾ അവസാന നിമിഷം കൈവിട്ടുപോയപ്പോഴും തനിക്ക് നഷ്ടബോധമില്ലെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനാണ് തനിക്ക് താൽപ്പര്യമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ആ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടി. അധികാരമോഹങ്ങൾക്കപ്പുറം ജനസേവനത്തെ നെഞ്ചേറ്റിയ യുവനേതാവ് വരുംകാല കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറുമെന്നതിൽ സംശയമില്ല. പിതാവിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ചാണ്ടി ഉമ്മൻ തന്നെയാണ് ജനമനസ്സുകളിലെ യഥാർത്ഥ ഹീറോ.